കാളികാവ് അടക്കാക്കുണ്ടിലെത്തിയ ഡിഎഫ്ഒയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തുടർച്ചയായി കടുവയിറങ്ങിയിട്ടും കൂടുവയ്ക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജനവാസ മേഖലയിലിറങ്ങിയ കടുവ കഴിഞ്ഞ ചൊവ്വാഴ്ച പശുവിനെ കൊന്നിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു അവിടെ കുളിച്ച് അന്നൊരു സാധനം കിട്ടും. അന്ന് രാത്രി കടുവ വന്നു. അന്ന് നിങ്ങൾ പിന്നെ ഈ നിയമം തന്നെയാണ് ഈ നിയമം എന്തിനാ ഈ നിയമത്തിന്റെ ആവശ്യം ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, തുടർച്ചയായി കടുവയുടെ ശല്യം ഉണ്ടായിട്ടും എന്താണ് ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്തത്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അവിടെ അടക്കാക്കുണ്ടിലെ 70 ഏക്കർ പ്രദേശത്ത് നിന്നൊരു പശുവിനെ കടുവ കടിച്ചുകൊണ്ട് പോവുകയും പാതി ഭക്ഷിച്ച നിലയിൽ 500 മീറ്റർ ഈ തൊഴുത്തിൽ നിന്ന് 500 മീറ്റർ അകലെ നിന്ന് ഈ പശുവിന്റെ അവശിഷ്ടം ലഭിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ ആശങ്ക തൊട്ടടുത്ത ദിവസം, അതായത് അന്ന് ഈ പശുവിനെ കടിച്ചുകൊണ്ടുപോയ അന്നത്തെ ദിവസം അവിടെ വനംവകുപ്പ് വരികയും ക്യാമറകളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസവും സമാനമായ രീതിയിൽ കടുവ ഈ പ്രദേശത്തേക്ക് വരികയും ഈ ദൃശ്യങ്ങളിൽ, അതായത് ക്യാമറയിലെ ദൃശ്യങ്ങളിൽ ഈ കടുവയുടെ ചിത്രം പതിയുകയും ചെയ്തിരുന്നു. അതായത് ഈ കടുവ തുടരെ ഈ പ്രദേശത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ ഈ കടുവയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡിഎഫ്ഒ പ്രദേശത്ത് സന്ദർശിക്കാൻ എത്തിയപ്പോൾ വലിയ തരത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതും ഡിഎഫ്ഒയെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഒരു തവണ, അതായത് ഈ റാവുത്തൻകാടിൽ ഒരു തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്ന ആ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രദേശമുള്ളത്. നിരന്തരമായി കടുവ എത്തുന്നു. അപ്പോൾ ഇനിയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഈ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡിഎഫ്ഒയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഡിഎഫ്ഒ ഈ റിപ്പോർട്ട് ഉടൻ തന്നെ സിസിഎഫിന് കൈമാറി കൂട് സ്ഥാപിക്കാനുള്ള അനുമതി തേടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കടുവ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ദ്രുതഗതിയിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം കൂട് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ഒരു വാർത്താ പ്രാധാന്യം നേടിയതുകൊണ്ടോ കാര്യമില്ല. ഇനിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാർ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് നാട്ടുകാർ നൽകുന്നത്.